എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടുന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അവർക്ക് അപമാനകരമായ ശിക്ഷയാണുള്ളത്. ഏതൊരു കാര്യത്തെയും പോലെ ഈ ഒരു വിഷയത്തിൽ നാം വായിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതിലെ നിക്ഷേപം നമ്മെ ദിവ്യമാർഗത്തെ തൊട്ട് വഴിതെറ്റിക്കുന്നതാണ്. രണ്ടാമത്തേത് ഇതിന്റെ അമിത ഉപയോഗം നമുക്ക് ദീനിനോട് വരെ പുച്ഛം തോന്നാൻ കാരണമാകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, മൊബൈൽ നമ്മുടെ കയ്യിൽ കെട്ടിയ ചങ്ങലയെല്ലാം മറിച്ച് നമ്മെ നിസ്കാരമായി നിന്നും അകറ്റുന്ന ദൃശ്യചങ്ങലയാണ്. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈത്താന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ, അവന്റെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ട് എങ്കിൽ, അവന്റെ ശരീരം പള്ളിയിലും മനസ്സ് പുറത്തുമായിരിക്കും. അനിയന്ത്രിതമായ മൊബൈൽ ഉപയോഗം നമ്മുടെ കണ്ണിനെയും വിട്ട് നമ്മുടെ സമയത്തെയും ആത്മാവിനെയും ഒരുപോലെ കവർന്നെടുക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ശരിക്കും നാം തിരിച്ചറിയേണ്ട ഒരു പരമാർത്ഥം ഇതാണ്. മൊബൈൽ കണ്ടുപിടിച്ചത് യൂറോപ്യന്മാരാണ്. ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ മൊബൈൽ ഉപയോഗം ശക്തമായി നിയന്ത്രിക്കുന്നവരാണ്. They control and usage of mobile phone. എന്നാൽ മറ്റു ചിലർ ആ മൊബൈൽ ഉപയോഗം avoid mobile phone പാടെ വിഭാഗം ചെയ്യുന്നവരുമാണ്. എന്നാൽ ഒരു മാസത്തിൽ 1 GB മാത്രം ഉപയോഗിക്കുന്നവരുമാരുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഐഫോൺ ഈ ലോകത്ത് സമർപ്പിച്ചവരും ഐപാഡ് ഈ ലോകത്ത് സമർപ്പിച്ചവരും ഒക്കെ നടത്തുന്ന സ്ക്രീൻ നിയന്ത്രണം നമ്മെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നതുമാണ്. 14-ാമത്തെ വയസ്സ് വരെ സ്വന്തം മക്കൾക്ക് മൊബൈൽ നൽകാതെ ഭക്ഷണമേശത്ത് മൊബൈൽ നിയന്ത്രിച്ച ബിൽ ഗേറ്റ്സിന് നമുക്ക് മാതൃകയുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ ഓരോ ചലനവും വളരെ ശുശ്രൂഷിച്ചിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് വേണ്ടത് ശക്തമായ ബോധവും ജാഗ്രതയുമാണ്. ബോഡി ആൻഡ് മൈൻഡ്. രണ്ടാമതായി ക്രമപ്രവൃത്തമായ നിയന്ത്രണമാണ്. 6-ാം നൂറ്റാണ്ടിനകത്ത് രസിച്ചിരുന്ന ശക്തമായ മദ്യപാനം 4 ഘട്ടങ്ങളിലായി പതുക്കെയാണ് ഇസ്ലാം നിർത്തലാക്കിയത്. ഏതൊരു കാര്യത്തോടും ഏതൊരു അഡിക്ഷനോടും നാം ഉപയോഗിക്കേണ്ട നിലപാട് തന്നെയാണ്. മദീനയിൽ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷിച്ച് വിജയിപ്പിച്ച് റിഡക്ഷൻ മെത്തേഡും ഇത് തന്നെയാണ്. ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുന്ന സൈക്കോളജിയിൽ ഇതിന്, ബിഹേവിയറൽ തെറാപ്പിയിൽ ഇതിന് ഗ്രാജുവൽ റിഡക്ഷൻ ടാബ്ലറ്റ് പേടി എന്നൊക്കെയാണ് പറയുന്നത്. മൂന്നാമതായി മൊബൈലിന് പകരം മറ്റ് ആനന്ദങ്ങൾ കണ്ടെത്തലാണ്. ബാഡ് ഹാബിറ്റ്സ് ആർ നോട്ട് എറേസ്ഡ്, ദേ ആർ റിപ്ലേസ്ഡ് എന്നാണ്. ദുശീലങ്ങൾ വെറുതെ ഇല്ലാക്കാനാവില്ല, മറിച്ച് അവയെ നല്ല ശീലങ്ങൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കപ്പെടണം. 17-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കിയ 10 ലക്ഷം ഹദീസുകൾ ഹൃദിസ്ഥനാക്കിയ 15-ാമത്തെ വയസ്സിൽ ഖാദിയായ ഇമാമുനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് നല്ല സുന്ദരമായ ധ്യാനമുണ്ട്. എന്താണത്? നഫ്സുക തുശ്ഗിലുഹാ ബിൽ ഹഖ് ശഗ്ലസ്ക ബിൽ ബാതിൽ. നിന്റെ ശരീരത്തെ നിന്റെ മനസ്സിനെ നന്മ കൊണ്ട് വ്യാപൃതമാക്കിയില്ലെങ്കിൽ, ഹഖ് കൊണ്ട് വ്യാപൃതമാക്കിയില്ലെങ്കിൽ അത് നിന്റെ നന്മ കൊണ്ട് വ്യാപൃതനാക്കും. അതുകൊണ്ട് മൊബൈലിന് പകരം മറ്റ് സന്തോഷങ്ങൾ കൂടലാണ് ഏറ്റവും വലിയൊരു പരിഹാര മാർഗം. അവസാനമായി 4-ാമത്തെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയാൻ എന്ന് കണ്ടുപഠിക്കാൻ പറ്റുന്ന റോൾ മോഡലുകളായി നമ്മൾ രക്ഷിതാക്കൾ മാറുക എന്നതാണ്. ഇന്ന് വീടുകളിൽ നാം കേൾക്കുന്ന ഒരു പരാതിയാണ്, എൻ്റെ മകൻ എപ്പോഴും മൊബൈലിലാണ്, എൻ്റെ മകൾ മൊബൈലിൽ നിന്നും തല ഉയർത്തുന്നില്ല. അങ്ങനെ ഒരുപാട് പരാതികൾ നാം കേൾക്കുന്നുണ്ട്. എങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മക്കൾ കാണുന്നത്, അതുപോലെ തന്നെ രക്ഷിതാക്കളായ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നതും നമ്മുടെ മക്കൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പോലും പറയുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? മുത്തഖീങ്ങളാകുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഇമാമാക്കണേ എന്നാണ്. ഇമാം എന്നാൽ നിങ്ങൾ നടക്കുന്നവൻ മാതൃകയാകുന്നവൻ എന്നൊക്കെയല്ലേ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ വാക്കുകളല്ല നമ്മുടെ ശൈലികളാണ് നമ്മളെ രൂപപ്പെടുത്തുന്നതും എന്ന് നാം തിരിച്ചറിയേണ്ടത്, നമ്മുടെ മക്കളെ രൂപപ്പെടുത്തുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ജാഗ്രതയോടെ ഘട്ടം ഘട്ടമായ സംവിധാനങ്ങളോടുകൂടി സന്തോഷങ്ങൾ കണ്ടെത്തി ഡിജിറ്റൽ അച്ചടക്കമുള്ള മൊബൈൽ